ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം കിച്ചൺ ടിപ്സുമായിട്ടാണ്. എല്ലാ വീട്ടമ്മമാരും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കാനുള്ള കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചെറുനാരങ്ങയും ഉപ്പും ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ ഉണ്ടാവും. പാല് കൊണ്ടുവരുന്ന ബോട്ടിലോ, അതുപോലെ വെള്ളം കുടിക്കാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ബോട്ടിലോ, അതുപോലെ മക്കൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോട്ടിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉൾഭാഗം ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് ഞാൻ അതിൻ്റെ നീര് ഇതിനുള്ളിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് ഉപ്പ് കൂടി അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള നാരങ്ങയുടെ തൊണ്ട് ചെറുതായി കട്ട് ചെയ്തത് അതിനുള്ളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുപ്പിക്കുള്ളിലേക്ക് നാരങ്ങയുടെ നീരും ഉപ്പും നാരങ്ങയുടെ തൊണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുലുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുപ്പിയുടെ ഉള്ളിലുള്ള എല്ലാ അഴുക്കൊക്കെ നല്ലതുപോലെ പോയി കിട്ടും. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ നമുക്ക് കുപ്പിയുടെ ഉൾവശം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതാ കുപ്പിയുടെ ഉള്ളിൽ നാരങ്ങത്തോണ്ടും ഉപ്പൊക്കെ കഴുകി കളഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കുപ്പിക്ക് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുപ്പി എന്നും പുതിയതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം ഇതുപോലെയുള്ള കത്തികളുണ്ടാവും. അപ്പോൾ ഞാനിത് ഈ ഒരു കത്തിയാണ് ഉപയോഗിക്കൽ. അപ്പോൾ അത് അഴുക്ക് പിടിച്ചതോ തുരുമ്പ് പിടിച്ചതോ ആയിട്ടുള്ള കത്തികളൊക്കെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയുടെ ഒരു തൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷായ നാരങ്ങ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. വാടിയതോ ഉണങ്ങിയതോ അതല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞ ബാക്കിയുള്ള ഇതുപോലത്തെ നാരങ്ങയുടെ തൊണ്ടോ ഒക്കെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ നാരങ്ങയുടെ തൊണ്ട് മാത്രം വെച്ചിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആവില്ല. അതിൻ്റെ കൂടെ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ട് കത്തി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് കിച്ചൺ സിങ്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് നാരങ്ങയുടെ തൊണ്ടിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഞാനിതിൻ്റെ മേളിലൊന്ന് കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ കിച്ചൺ സിങ്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോപ്പോ ലിക്വിഡോ ഒന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കിച്ചൺ സിങ്ക് നല്ല ക്ലീനായിട്ട് പുതിയതുപോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ബ്രഷൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് കിച്ചൺ സിങ്ക് മുഴുവനായിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ നല്ല ക്ലീനായിട്ട് പുതിയതുപോലെ നല്ലൊരു തിളക്കം കിട്ടും. പിന്നെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നിങ്ങൾക്കത് കഴുകുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും, നല്ലൊരു തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട്. സിങ്കിന് നല്ല പുതിയതുപോലെ തന്നെ വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നാരങ്ങയുടെ തൊലിയിലേക്ക് കുറച്ച് പേസ്റ്റും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മളെ ടൈലിന് മുകളിലുള്ള കറയും ചളിയൊക്കെ എളുപ്പത്തിൽ തന്നെ ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ എവിടെയൊക്കെയാണോ ചുമരിൽ ടൈലിൻ്റെ മുകളിൽ കറയും ചളിയും ഒക്കെ ഉള്ളത് ആ ഒരു ഭാഗത്തൊക്കെ നമ്മളിത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. ടൈലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കിച്ചണിൻ്റെ ടൈലാണ് ഇതുപോലെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ബാത്റൂമിലെ ടൈലോ എവിടുത്തെ ടൈല് വേണമെങ്കിലും ഇതേപോലെ ചളിയും കറയും ഒക്കെ പിടിച്ചത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഞാൻ നാരങ്ങത്തോട് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവും, ടൈല് മൊത്തം ചളിയും കറയും ഒക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാനത് നാരങ്ങത്തോട് വെച്ച് സ്ക്രബ് ചെയ്ത ഭാഗം അത് ചെയ്യാത്ത ഭാഗം കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഞാനിതാ ഈ മുകൾ ഭാഗത്തേക്കൊന്നും നാരങ്ങത്തോട് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടില്ല.
അപ്പോൾ അവിടെയൊക്കെ നല്ലതുപോലെ തന്നെ ചളി പിടിച്ചതായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള ചായയൊക്കെ കുടിക്കുന്ന കപ്പ്, ഗ്ലാസ്, അതുപോലെ ചായ വെക്കുന്ന പാത്രം, അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ ഇതുപോലെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കഴുകുകയാണെങ്കിൽ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ അതിനൊരു സ്ക്രാച്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാൻ നാരങ്ങയുടെ തൊണ്ടും ഉപ്പും വെച്ചിട്ട് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് കഴുകി എടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ കപ്പ് നല്ല ക്ലീനായിട്ട് പുതിയതുപോലെ തന്നെ നല്ലൊരു തിളക്കം കപ്പിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.